പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത് വിവാദത്തിൽപ്പെട്ട വ്ലോഗർ കൂടിയായ മുകേഷ് നായർ എന്നോടൊപ്പം ചേരുന്നു. മുകേഷ്, ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ചോദിക്കുകയാണ്. കാരണം ആളുകൾക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി കാണും. ഈ ആരോപണം വരുന്നു, താങ്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നു. ഈ സാധാരണ മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് ഈ ചില ഉപാധികൾ വെച്ചിട്ടായിരിക്കും. ഈ കേസിൽ താങ്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ്? കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എക്സെപ്ഷണൽ കേസുകളിൽ, അതായത് എൻ്റെ കേസ് എന്ന് പറയുന്നത് ഫോൾസ്ലി ഡ്രാഗ്ഡ് ഇൻ, അതായത് ഒരാളെ മനഃപൂർവ്വമായി പെടുത്തിയതാണെന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാം. കാരണം ഇതൊരു 10-20-25ഓളം മോഡൽസ് ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്ന സമയത്ത്, ഹോട്ടൽ ആൾക്കാരുണ്ടായിരുന്ന സമയത്ത് നടന്ന ഷൂട്ടാണ്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് കോടതിക്ക് പ്രൈമ ഫേസിയെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ജാമ്യം തന്നത്. കാരണം നമ്മൾ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി പോലും അവർ ശിക്ഷിക്കാൻ ശ്രമിക്കാറില്ല. കാരണം എൻ്റെ ഭാഗത്ത് അല്പമെങ്കിലും നിരപരാധിത്വം അല്ലെങ്കിൽ മെറിറ്റ് ഉണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. കാരണം ഈ ഒരു നിയമവ്യവസ്ഥതയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം കോടതി ഒരാൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്ത് വിടുന്നു. കാരണം എന്ത് മെറിറ്റിനാണ് കൊടുക്കുന്നത്? അദ്ദേഹം ഇതിൻ്റെ അകത്ത് ഫോൾസ്ലി അലീഗ്ഡ് ആണ്, അല്ലെ അദ്ദേഹത്തെ ഇതിൻ്റെ അകത്ത് വലിച്ചഴിക്കപ്പെട്ടതാണ്. ഒരു വ്യാജ പരാതിയാണ്, വ്യാജ കേസാണ്. ഇതിന്റെ പിന്നിൽ വേറെ ഒരുപാട് മോട്ടീവ്സ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അത് ഈ കേസ് ക്വാഷ് ചെയ്ത് പോകാൻ ഒരു നടപടി എടുക്കാതെ മുൻകൂർ ജാമ്യം തന്ന്? അല്ല, അത് ക്വാഷ് ചെയ്യാൻ പോലീസ് ഇതൊരു കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ചാലേ ക്വാഷ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. പോലീസ് ഇത് കൊടുത്താലേ പറ്റുള്ളൂ. പോലീസ് അത് കൊടുക്കുന്നതിന് ശേഷം മാത്രമേ എനിക്ക് ക്വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അതോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 3 കാര്യങ്ങളാണ് പ്രധാനമായി താങ്കൾക്കെതിരെ ഉയർന്ന ഈ പരാതിയിൽ കോവളത്ത് രജിസ്റ്റർ ചെയ്ത കേസ് ഉൾപ്പെട്ട. അതിൽ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അല്ലെ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇല്ല, അതെല്ലാം പറഞ്ഞു കേൾക്കാം. അങ്ങനെ ഒരു ഞാൻ FIR ഒക്കെ വായിച്ചതാണ്, അതിൽ അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. പക്ഷെ മീഡിയയിൽ വന്നതിലൊക്കെ ഞാൻ അത് കണ്ടിരുന്നു. അതാണ് ചോദിച്ചത്. അതായത് 3 കാര്യങ്ങൾ പ്രധാനമായി ഉന്നയിക്കുന്നു. അതിൽ ഈ താങ്കൾ ഈ പെൺകുട്ടിയോട് ഹാഫ് നേക്കഡായി അഭിനയിക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. ഇത് ഞാൻ നടത്തിയ ഷൂട്ടല്ല, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗസ്റ്റായിട്ട് പങ്കെടുക്കാൻ പോയതാണ്. അപ്പോൾ ആ ഷൂട്ടിൻ്റെ അകത്ത് എനിക്ക് അതിനകത്ത് ഒരു റൈറ്റും ഇല്ല. എനിക്ക് വേഷം തന്നത് എന്നെ കമ്പനിയാണ്. അതെ, കമ്പനിയുടെ ഓണർ. എങ്ങനെയാണ് താങ്കൾ ആരോപണ വിധേയനാണ്? അതാണ്, ഇതൊരു കേസാണ്, ഇതൊരു പരാതി. നാളെ നിങ്ങൾക്കെതിരെ ഒരാൾ പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു പരാതി ആർക്കെതിരെ എന്തും കൊടുക്കാം. പക്ഷേ നമ്മളിത് പ്രൂവ് ചെയ്ത് അതിനുശേഷമല്ലേ നമുക്ക് നിരപരാധി എന്ന് പറയാൻ പറ്റുള്ളൂ. പരാതി ആർക്കും കേസ് എടുക്കാം. പ്രത്യേകിച്ച് ഇതുപോലെ പോക്സോ പോലെ ഒരു ഗ്രാവിറ്റി ഉള്ള സംഭവം പോലീസ് ഓട്ടോമാറ്റിക്കലി കേസ് എടുക്കും. കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ച് ഇനി പോലീസിന് മനസ്സിലായി ഇത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർ ആ ചാർജസ് ഒക്കെ മാറ്റി പോലീസിന് കൊടുക്കും. അല്ല, അപ്പോൾ ഈ സ്കൂളിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യം നിങ്ങൾ ഈ സ്കൂൾ അധികൃതരെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു? എന്നെ വിളിച്ച് ഞാൻ എൻ്റെ ഒരു ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ എൻ്റെ പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രിൻസിപ്പള്, മറ്റേ JCയുടെ ആൾ, ഒരു റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ, പിന്നെ മെമ്പർ, എല്ലാവരും ചെന്നിട്ട് പോസ്റ്റർ ചെയ്തു. എൻ്റെ സോഷ്യൽ മീഡിയയിലാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അതിൽ JCയെ പോസ്റ്റ് ചെയ്ത് എന്നെ കൊളാബും ചെയ്തിരുന്നു, എന്നെ ടാഗും ചെയ്തിരുന്നു. അത് വിട്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ഇത്. കാരണം ആ റിപ്പോർട്ട് തന്നെ മന്ത്രി തള്ളിക്കളഞ്ഞു. കാരണം സ്കൂള് പ്രിൻസിപ്പള് മന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. കാരണം അതിൻ്റെ അത് ഫാക്റ്റ് ഇല്ല എന്നുള്ളതാണ്. അത് ആർക്കും മനസ്സിലാവുന്നുള്ള കാര്യമാണ്. അങ്ങനെ പിന്നെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാതെ തലേ ദിവസം പോസ്റ്റർ അവർ ഇറക്കേണ്ട കാര്യമില്ലല്ലോ. JCI ഒഫീഷ്യലി പോസ്റ്റർ ഇറക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഒരു പ്രശ്നം പെട്ടപ്പം ഞാനും ആ പ്രിൻസിപ്പളോടൊപ്പം, കാരണം പ്രിൻസിപ്പൾ ഇതിൻ്റെ അകത്തൊരു ഇരയാണ്, പുള്ളിയും ഇത്തരത്തിലൊരു പ്രശ്നവിവാദമാണെന്ന് അറിയുന്നില്ല. അപ്പോൾ നിങ്ങളെ എന്തായിരിക്കും, നിങ്ങളോട് ഈ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികളോട് സഹകരിക്കണമെന്ന് പോലീസോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തും താങ്കളുടെ ഔദ്യോഗികമായി എന്തെങ്കിലും വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? ഇതുവരെ ആരും വിശദീകരണങ്ങൾ ചോദിച്ചിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള, എന്നെ ഇൻവൈറ്റ് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ അത് സ്കൂളാണ്, നമ്മളിപ്പോൾ കോളേജാണ്, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രൊമോഷൻസ്, ഒരുപാട് ഇനോഗ്രേഷൻസിന് വിളിക്കണം. 1000 ഇനോഗ്രേഷൻ ചെയ്തിട്ട് വളരെ ഉള്ള ആളാണ് ഞാൻ, കഴിഞ്ഞ ആളാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആൾക്കാർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മളെ കേസിൽ നമുക്ക് മെറിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്നസെന്റ് ആണെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മളതിൽ അതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മളെ വീണ്ടും വിളിക്കില്ല. ഈ വിവാദത്തിന്റെ കാരണം ഇത് ആരാണ്? നിങ്ങളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആരാണെന്നാണ്? ഒരുപക്ഷെ ആരെങ്കിലും ഇത്തരത്തിലൊരു പിന്നെ സ്കൂൾ ഫംഗ്ഷനെ വിളിച്ചിട്ട് മനഃപൂർവ്വം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി എന്നെ ടാർഗറ്റ് ചെയ്യാൻ അങ്ങനെ പ്ലാൻ ചെയ്തൊരു ആയിക്കൂടാന്നില്ല. കാരണം ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, സീരിയസ് ആയിട്ട്. കാരണം ഞാൻ ഈ കേസ് കഴിഞ്ഞു ബെയിൽ കിട്ടി നാട്ടിൽ വരുന്നു. പഴയതിൽ നിന്നും ഇരട്ടി ഇനോഗ്രേഷൻസും പിന്നെ പ്രൊമോഷൻസുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എത്ര ചെയ്തിരുന്നു അതിന് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പം ഈ വ്യാജ കേസിൽ പെടുത്താൻ ശ്രമിച്ചവർക്ക് തന്നെ വീണ്ടും ദേഷ്യം വന്ന് കാണാം. അയ്യോ അവൻ ഒതുങ്ങുന്നില്ലല്ലോ, പിന്നെ ഈ മറ്റേ അണയ്ക്കാൻ നോക്കിയപ്പോൾ ആളി കത്തുവാണല്ലോ എന്നുള്ള ഒരു പ്രശ്നം. അപ്പം ഇതിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രൊപ്പഗൻഡ വരുമ്പോഴത്തേക്ക് പലരും മടിക്കാൻ ശ്രമിച്ചിട്ട് വളരെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള ഒരാൾ ഡിസൈൻ ചെയ്തൊരു പ്ലാനും ആവാം. അങ്ങനെയാണ് ഞാൻ പറയുന്നത്, ആവാം അല്ലേ, അങ്ങനെ ആയിക്കോട്ടെ.
ഓക്കെ, അപ്പൊ മുകേഷ് ഇപ്പം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആൾക്കാർ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പരിപാടിക്ക് വിളിക്കുന്നത്. അവർ വിളിക്കുന്നത് ഏത് പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോകും. അതിപ്പം സ്കൂളിന്റെ ഇനോഗ്രേഷൻ ആയാലും, നമ്മൾ ഒരു ഹോട്ടലിലെ ഇനോഗ്രേഷൻ ആയാലും, ടെക്സ്റ്റൈൽ ഷോപ്പ് ആയാലും, ഇനിയിപ്പോൾ ബാറിന്റെ ഇനോഗ്രേഷൻ വിളിച്ചാലും ഞാൻ പോകും. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ നമ്മളെ വിളിക്കുന്നത്. അവർ വിളിക്കാതിരിക്കുന്നിടത്തോളം നമ്മൾ പോകാതിരിക്കും, വിളിക്കുന്നിടത്തോളം പോകും. അത് തന്നെയാണ് നമ്മുടെ ഇത്. കാരണം നമുക്ക് അതിനകത്ത് ഞാൻ നിരപരാധി എടുത്തെടുത്തോളം കാലം ഞാൻ എന്തിനു പേടിക്കണം? അപ്പൊ ഈ ഇങ്ങനത്തെ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്തരം കേസുകൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പരാതികൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ അത് പിന്നീട് ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ് എന്ന് അറിഞ്ഞു വരുമ്പോഴേക്ക് ആരോപണ വിധേയരായിട്ടുള്ളവർ ഒരുപാട് വ്യക്തിഹത്യ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അത് ഒരുപാട് അണ്ടിപ്പെട്ട് അവന്റെ നട്ടലൂരി അവർ കയ്യിലെടുത്തു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഫൈറ്റ് ചെയ്യും. ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് പുരുഷന്മാർക്ക് വേണ്ടിയാണ്. കാരണം ഞാൻ ഇവിടെ ഈയിടയ്ക്ക് പുരുഷ കമ്മീഷന്റെ അല്ലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മെൻസ് അസോസിയേഷന്റെ ഒരു പരിപാടി പോയി. 100 കണക്കിന് ആൾക്കാരാണ് ഇതുപോലെ വ്യാജ പരാതിയിൽപ്പെട്ട് അവർ രക്ഷപ്പെട്ട് കോടതിയിൽ നിന്ന് വിധി വന്നു, അവസാനം നിരപരാധിയാണ്. അങ്ങനെ വന്നില്ല. പക്ഷെ അതിനുള്ളിൽ അവരുടെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇത്തരം പരാതികൾ വരുമ്പോൾ തന്നെ പല സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക, അവരെ ഒഴിവാക്കുക. അപ്പൊ അത്തരം നഷ്ടപ്പെട്ട ആൾക്കാരെ ഞാൻ കണ്ടു. നിങ്ങളുടെ കുടുംബം എന്താണ് പറയുന്നത് ഈ ഒരു ഇങ്ങനത്തെ? എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫാമിലിയാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും വളരെ കൂളായിട്ട് ഇതിനെ നേരിടാനും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന്, അല്ലെങ്കിൽ ഇതുവരെ ദിസ് മൊമെന്റ് വരെ എനിക്കൊരു ഐസൊലേഷൻ വന്നിട്ടില്ല. എല്ലാ സുഹൃത്തുക്കളും വളരെ പുതിയ സുഹൃത്തുക്കളെ കിട്ടി, സിനിമയിൽ പുതിയ. കാരണം എന്നെ ഒരുപാട് ആൾക്കാർ, സിനിമയിലുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിച്ചു. എനിക്ക് പേര് പറയാൻ പറ്റില്ല, വളരെ പ്രമുഖനായുള്ള നടൻ വിളിച്ചു. പുള്ളി പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യണം, ഒരുപാട് പരാതികളും ഇതൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ നമ്മളെ തേടി ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളും വരും, നേട്ടങ്ങൾക്ക് അപ്പുറം ഇതുപോലുള്ള കോട്ടങ്ങളും വരും. അപ്പോൾ നമ്മളത് ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ അതിൽ നിന്ന് വിളിച്ചോടുക എന്നുള്ളതല്ല. പിന്നെ ഞാൻ പറയില്ല, എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഇഫ് കോർട്ട് പ്രൂവ്സ് മീ ഗിൽട്ടി, അല്ലെങ്കിൽ നമ്മൾ ഗിൽട്ട് ആണെന്ന്, അല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടുപിടിച്ച് അങ്ങനെ ഒരു അന്തിമ വിധി ഉണ്ടാകുന്ന ആ നിമിഷം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് ഞാൻ എൻഡ് ചെയ്യും. അത്രയും കോൺഫിഡൻസ് ആണ് എനിക്ക്. കാരണം എനിക്കിന്ന് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക് 4 അക്കൗണ്ടുകൾ, ആ 4 അക്കൗണ്ടുകൾ ഡീആക്ടിവേറ്റ് ചെയ്യാൻ അതിന് തയ്യാറാണ്. ഒരു ഓപ്പൺ ചലഞ്ചാണ്. ഞാൻ പറയുകയാണ്, ഞാൻ ആ മൊമെന്റിൽ ഇഫ് കോർട്ട് പ്രൂവ്സ് മീ ഐ എം ഗിൽട്ടി, ഞാൻ ആ മൊമെന്റിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ജീവിതം അവസാനിപ്പിക്കും. ഞാൻ സോഷ്യൽ മീഡിയ എല്ലാ അക്കൗണ്ടുകളും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഐ എം ഇന്നസെന്റ് ആൻഡ് ഐ ട്രസ്റ്റ് ഇൻ കോർട്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഒരൊറ്റ നിയമസിദ്ധാന്തത്തിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഞാൻ ഉറപ്പായിട്ട് ഫൈറ്റ് ചെയ്യും. എനിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, ഒരുപാട് ഈ നാട്ടിലുള്ള ഇതുപോലെ പെട്ടുകിടക്കുന്ന വ്യാജ കേസുകളിൽപ്പെട്ട ഒരുപാട് പുരുഷന്മാർക്കുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാവും. അപ്പോൾ അതാണ് മുകേഷ് നായർ വ്യക്തമാക്കുന്നത്. ആരോപണങ്ങൾക്കുള്ള മുകേഷിന്റെ മറുപടി ഇതാണ്. ഇനി ആ കോടതിയുടെ ഭാഗത്ത് നിന്ന് ആ കേസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് അറിയാനുള്ളത്. പോലീസിന്റെ കുറ്റപത്രത്തിൽ എന്ത് പരാമർശം ഉണ്ടാകും എന്നതാണ് ഇനി ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ എന്താകുമെന്നൊരു ചോദ്യത്തിലേക്ക് കൂടി വെളിച്ചം വീശുന്ന തരത്തിലാണ് മുകേഷ് നായരുടെ പരാമർശങ്ങൾ. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 8.